ഹായ് ഫ്രണ്ട്സ്, കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് ഇതൊരു കലയാണ് എന്നാണ് പലരും പറയാറുള്ളത്. കച്ചവടം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ല. ഹാൻഡിൽ ചെയ്യുന്ന രീതികളിൽ വരുന്ന വേരിയേഷൻസ്, ബിഹേവിയർ, അപ്രോച്ച്, കോൺഫിഡൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം കൂടി ഒത്തുചേരുന്നിടത്ത് മാത്രമാണ് നല്ല ബിസിനസ് പേഴ്സൺ ഉണ്ടാവുന്നത്. ഈ പേഴ്സൺ പ്രോപ്പറാണെങ്കിൽ അവിടെ ബിസിനസ് മുന്നോട്ട് പോകും. അപ്പോൾ നല്ല ബിസിനസ്സുകാരൻ ആവണമെങ്കിൽ ഈ ക്വാളിറ്റികളെല്ലാം വേണം, അതിനപ്പുറത്തേക്കുള്ള ക്വാളിറ്റികളും വേണം. എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയില്ല എന്നേ ഞാൻ പറയൂ. കാരണം എല്ലാവരുടെ കയ്യിലും ബിസിനസ്സിൻ്റെ മൈൻഡ് സെറ്റുണ്ട്, ബിസിനസ്സിൻ്റെ ക്രിയേറ്റിവിറ്റികളുണ്ട്. പക്ഷേ ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ, കച്ചവടത്തിലേക്ക് വരണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ നല്ല പേഴ്സണാലിറ്റിയുള്ള ആളായിരിക്കണം. ഈ പറഞ്ഞ രണ്ട് ഗുണങ്ങളും അയാൾക്കുണ്ടെങ്കിൽ അയാൾ നല്ലൊരു ബിസിനസ്സുകാരൻ ആവും, അല്ലെങ്കിൽ ആവാൻ കഴിയും. അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ബിസിനസ്സുകാരനാവാൻ വേണ്ട ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, അതിനേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിരുന്നാലും ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കച്ചവടം കൂട്ടാൻ പറ്റുമോ, ബിസിനസ് കൂട്ടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഹാർഡ് വർക്ക് എന്നാൽ എന്താ? ഹാർഡ് വർക്ക് വളരെ ഫലപ്രദമായിട്ട് നല്ല ടൈം എടുത്ത് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളായാൽ ബിസിനസ് കൂട്ടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പറ്റായികല്ല. ഒരാൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ബിസിനസ് വളർത്തിയെടുക്കാം. പക്ഷെ അയാൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പക്ഷെ അതിനേക്കാൾ നല്ലത് സ്മാർട്ട് വർക്ക് ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചാൽ അതും നല്ലതാണ്. ഒരു വ്യക്തി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു ബിസിനസ് എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ ക്ലയൻറ്റിനെ ജനറേറ്റ് ചെയ്യുന്നത് വലിയ കാര്യമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലയൻറ്റിനെ ഒരാൾ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 3 മന്ത്, മിനിമം 3 മന്ത് ടു 1 ഇയർ, 3 മാസം മുതൽ ഏകദേശം 1 വർഷം വരെയുള്ള പീരീഡ് എന്ന് പറയുന്നത് ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള ഹണിമൂൺ പീരീഡ് ആയിരിക്കും. അവിടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് ക്രിയേഷന്, അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സും, അഡ്വർടൈസ്മെൻറ്റ് അടക്കമുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, മീറ്റ് അടക്കമുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സൊക്കെ നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇതിൻ്റെ റിയാലിറ്റിയെ ആ ഒരു ബിസിനസ് ഏരിയയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നത് വരെ നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ ബിസിനസ് കൂടും എന്നത് നമുക്കിവിടെ മനസ്സിലാക്കാം. ഏതൊരു വ്യക്തിയും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഹാർഡ് വർക്ക് ചെയ്യണം, ചെയ്യേണ്ടെന്നല്ല. ഈ ഹാർഡ് വർക്കിന് ശേഷം പിന്നെയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ കയറണം. ഒരു ടേം വരെ, ഞാൻ പറഞ്ഞല്ലോ 3 മാസം മുതൽ ഏകദേശം 1 ഇയർ വരെ നമുക്കെന്ത് ചെയ്യാം? ഹാർഡ് വർക്ക് ചെയ്യാം, ജനറേറ്റ് ചെയ്യാം. പല രീതിയിലുള്ള സ്റ്റാറ്റസുകളും സ്ട്രാറ്റജീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. പക്ഷെ അതിനുശേഷം നമ്മൾ സ്മാർട്ട് വർക്കിലേക്ക് കൺവേർട്ട് ആവണം. നമുക്ക് 3 പാർട്ട് അവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞു. ഒന്ന്, നല്ല ക്ലയൻറ്റിനെ ജനറേറ്റ് ചെയ്ത് കഴിയണം ഈ ഒരു 3 to 1 ഇയർ കൊണ്ട്, നല്ല ക്ലയൻസിനെ. അതുപോലെ തന്നെ ആ ക്ലയൻസിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമെല്ലാം ചെയ്യാൻ പറ്റണം. അവരുടെ ബിസിനസ് കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കണമെന്നാണ് സിമ്പിളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഏണിങ് കൂട്ടുന്നതോടൊപ്പം തന്നെ
നമ്മൾക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അവരിലൂടെ സൊസൈറ്റിയിലേക്ക് എത്താനുള്ളൊരു മാധ്യമം കൂടെ നമ്മളവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ സ്മാർട്ട് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ഈ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് മുതൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് വരെ നമ്മൾ ലൈവിലുണ്ടാവും. അതിനുശേഷവും നമ്മൾ ലൈവിൽ വേണം. പലരും ബിസിനസ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ലൈവിലുണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുള്ള ഗ്രോത്ത് കുറയാൻ തുടങ്ങും, പോവാൻ തുടങ്ങും, ബിസിനസ് ഡൗൺ ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈവ് റിയാലിറ്റി എന്ന് പറയുന്ന സംഗതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ ആ മാർക്കറ്റിൽ ലൈവായിട്ട് എല്ലാ വീക്കിലും അല്ലെങ്കിൽ മന്ത്ലി 2 ടൈംസ് എങ്കിലും ആ മാർക്കറ്റിലെത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോളോ അപ്പ് അവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെങ്കിലും ആ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ ക്ലയൻറ്റിനെ കണ്ടുകൊണ്ടേയിരിക്കണം. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ ആ മാർക്കറ്റിൽ നിന്നും നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരു കാലത്തും എന്ത് ചെയ്യില്ല, ഡൗൺ സ്റ്റേജിലേക്ക് പോകില്ല, ഒരിക്കലും പരാജയത്തിലേക്ക് പോകില്ല. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ബിസിനസ് ഉണ്ടാക്കണം, പിന്നെ സ്മാർട്ട് വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവോ ആ മാർക്കറ്റിൽ ലൈവ് മോഡിൽ ഉണ്ടായിരിക്കണം. മാർക്കറ്റ് സ്റ്റഡി നടത്തിക്കൊണ്ട് ക്ലയൻസിൻ്റെ ആവശ്യങ്ങളും അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, ഏതൊക്കെ രീതിയിലുള്ള നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ടോ അതെല്ലാം സ്റ്റഡി ചെയ്തുകൊണ്ട് അവരെ കൂടെ തന്നെ ഒരാളെ നിങ്ങളെ ഇതായിട്ട് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഫ്ലക്ച്വേഷൻസ്, ഗ്രോത്ത് നിങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് പോകും. ഞാൻ പലപ്പോഴും പല കമ്പനിയും കണ്ടിട്ടുണ്ട്. നല്ല മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊമോഷനൊക്കെ ചെയ്ത കമ്പനി ആയിരിക്കും, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റും ആയിരിക്കും. പക്ഷേ ലൈവിൽ ആളില്ലെങ്കിൽ ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഉള്ള ആളുകൾ ആ മാർക്കറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായി ചെയ്യേണ്ട കാര്യം ലൈവ് മോഡിലായിരിക്കണം നിങ്ങളെ റെപ്രസെൻറ്റേറ്റീവ്സ്, നിങ്ങളെ ബിസിനസ് ഏരിയ കവർ ചെയ്യുന്ന ആളുകൾ എന്നത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അതും കൂടെ ചെയ്താൽ നമ്മുടെ ബിസിനസ്സും ലൈവ് മോഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എനിവേ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വരാം. താങ്ക് യു.